ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ ഓർത്ത് ഈ വീഡിയോ കാണുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ആ കാര്യം, നിങ്ങൾ ഏത് കാര്യമാണോ മനസ്സിൽ ഓർത്ത് ഈ വീഡിയോ കണ്ടത്, ആ കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും. അപ്പോൾ അതിനായി ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്. ഓക്കെ, തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട് 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഏത് കാര്യമാണോ മനസ്സിൽ ഓർത്തത്, ആ കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും. അതിനു വേണ്ടി ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ചെയ്യും മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. അത് അതേപോലെ തന്നെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ കാണുക. അപ്പോൾ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് തന്നെ അറിയാം, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ ഈ കാര്യം സാധിച്ചെടുക്കുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് 2 മൈൻഡുണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, ദെൻ സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, അപ്പോൾ കോൺഷ്യസ് മൈൻഡിൽ ഏത് കാര്യമാണോ നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നത്, ആ കാര്യം മാത്രം നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോഴത്തേക്കും, ഓക്കെ, വേറെ എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞ് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഓക്കെ, സബ് കോൺഷ്യസ് മൈൻഡ് ഇതിനെ ക്യാച്ച് ചെയ്ത് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാടൊക്കെ നിങ്ങൾ ചെയ്ത് ഒരുപാട് ഫലം കിട്ടിയ വ്യക്തികളാണ്. അപ്പോൾ ഹായ് കൂട്ടുകാരെ, ജസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡും നല്ലൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. തീർച്ചയായും നിങ്ങൾക്ക് 100% ഫലം ഇപ്പോൾ തന്നെ ലഭിക്കും. അതിൽ യാതൊരു സംശയം വേണ്ട. ഓക്കെ, അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കുക. നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ വ്യക്തികൾക്കും ആഗ്രഹങ്ങളുണ്ട്, ചിന്തകളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം സാധിക്കാറുണ്ട്. ആ കാര്യമാണ് നിങ്ങളിപ്പോൾ ഓർക്കാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഇറങ്ങി പോവുക. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടയ്ക്കുക. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ച് ഒരു 5 സെക്കൻഡ് ആദ്യം മൗനമായി ഇരിക്കുക. ഫ്രീ ആയിട്ട് 5 സെക്കൻഡ് കണ്ണുകൾ അടച്ച് മൗനമായിരിക്കുക. ഞാൻ പറയാതെ നിങ്ങൾ കണ്ണുകൾ തുറക്കണ്ട, അത് പ്രത്യേകം ഓർത്ത് വെച്ചുകൊള്ളു. ഓക്കെ, അപ്പോൾ ഓക്കെ, ഒരു 5 സെക്കൻഡ് മൗനമായിരിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം ഓർക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് ഇറങ്ങി പോവുക. അവിടെ നോക്കുക. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യമല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ ഉള്ളതെന്ന് നോക്കി ചെക്ക് ചെയ്യുക. ഒരു 5 സെക്കൻഡ് സമയം ഞാനിപ്പോൾ തരും. ആ 5 സെക്കൻഡ് മൗനമായിരുന്നുകൊണ്ട് ചെക്ക് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് ഒരു 5 സെക്കൻഡ് അത് നോക്കുക. ഫാസ്റ്റായിട്ട് നോക്കുക, ചെക്ക് ചെയ്യുക. ഓക്കെ, ഒരു 5 സെക്കൻഡ് നമുക്ക് മൗനമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ. കൂട്ടുകാരുടെ ചിന്ത, നാട്ടുകാരുടെ ചിന്ത, വീട്ടുകാരുടെ ചിന്ത, മക്കളുടെ ചിന്ത, ഭാര്യയുടെ ചിന്ത, ഭർത്താവിൻ്റെ ചിന്ത, സഹോദരിയുടെ ചിന്ത, സഹോദരൻ്റെ ചിന്ത, ഉപ്പയുടെ ചിന്ത, ഉമ്മയുടെ ചിന്ത, അച്ഛൻ്റെ ചിന്ത, അമ്മയുടെ ചിന്ത, മാതാവിൻ്റെ ചിന്ത, പിതാവിൻ്റെ ചിന്ത. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അനേകായിരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതേപോലെ തന്നെ മനസ്സിനെ വിഷമിപ്പിക്കാനായിട്ടുള്ള മറ്റു ചിന്ത, കടം പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ. ഓക്കെ, ഇങ്ങനെയുള്ള അനേകായിരം ചിന്തകൾ നിങ്ങൾ നോക്കുക. അനേകായിരത്തിൽ നിങ്ങൾക്ക് ബാൻ ചെയ്യുന്നതായിട്ടുള്ള ചിന്തകളുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ കറക്റ്റായി കിട്ടും. നിങ്ങളത് നോക്കുക. ഓക്കെ, അങ്ങനെ നോക്കിയിട്ട് ഓരോരോ ചിന്തകളായിട്ട്, അപ്പോൾ ഈ ചിന്തകളെല്ലാം കൂടിയിട്ട് അത്രയും ഹാർഡായിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്കുണ്ട്. ആ ചിന്തകളെല്ലാം കൂടി പൊതിഞ്ഞാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യത്തെ വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ആഗ്രഹത്തെ മറ്റ് ചിന്തകളെല്ലാം കൂടെ ചേർന്ന് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോന്നായിട്ട് എടുത്ത് പുറത്തെറിയുക. നോക്കുക,
ഓരോ ചിന്തകളായിട്ട് മനസ്സിൽ കയറി വരും. അതിനെടുത്ത് പുറത്തെറിയുക, പുറത്ത് വലിച്ചെറിയുക, ദൂരെ എറിയുക. അങ്ങനെ ഓരോ ചിന്തകളായിട്ട് നോക്കുക, എടുക്കുക, പുറത്ത് ദൂരെ എറിയുക. അത് ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു ചിന്ത മാത്രം മതി. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതിപ്പോൾ നടക്കണം. അത് ഏത് കാര്യമാണോ ആ കാര്യം മാത്രം മനസ്സിൽ കിടന്നാൽ മതി. ബാക്കിയെടുത്ത് എറിയുക, ദൂരെ എറിയുക, ദൂരെ എറിയുക. ഓരോന്നായിട്ട് എടുക്കുക, ദൂരെ എറിയുക. ഒരു 5 സെക്കൻഡ് നിങ്ങൾ വീണ്ടും മൗനമായിരിക്കുക. ഇനി വീണ്ടും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് നോക്കുക. ഇനി എന്തെങ്കിലും ചിന്തകൾ കോണിലോട്ടോ നോക്കുക. മനസ്സിൻ്റെ കോണിലും സൈഡിലൊക്കെ ഉണ്ടാവും ചിന്തകളുണ്ടാവും. നോക്കുക, ഒന്നുകൂടെ നോക്കുക, നോക്കുക, ഒന്നുകൂടി ആത്മാർത്ഥമായിട്ട് നോക്കുക. ഒന്ന് നോക്കുക, ഇനി ചിന്തകളുണ്ട്. ഓക്കെ, കണ്ടല്ലോ. എടുക്കുക, പുറത്ത് ദൂരെ എറിയുക, വലിച്ചെടുത്ത് പുറത്ത് എറിയുക. ഓക്കെ, അങ്ങനെ ഓരോ ചിന്തകളായിട്ട് എടുത്ത് എറിയുക. ഇവിടെ വീണ്ടും നിങ്ങളൊരു 5 സെക്കൻഡ് വീണ്ടും മൗനമായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കിപ്പോൾ ഏത് കാര്യമാണ് സാധിച്ചു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ കാര്യം ചിന്തിക്കുക, റിയലായിട്ട് ചിന്തിക്കുക. ആ കാര്യം ഇപ്പോൾ സാധിച്ചു കിട്ടാൻ പോവുകയാണ്, സാധിച്ചു കിട്ടാൻ പോവുകയാണ്. ഇപ്പോൾ ആ കാര്യം സാധിച്ചു കിട്ടി. അങ്ങനെ ആ കാര്യം സാധിച്ച് കിട്ടിയതായിട്ട് നിങ്ങളൊന്ന് ഇമാജിനേഷൻ ചെയ്യുക. ഇമാജിനേഷൻ ചെയ്യുക, ഒരു 5 സെക്കൻഡ് ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന ആ കാര്യം ഇപ്പോൾ സാധിച്ച് കിട്ടി. അത് കിട്ടുമ്പോഴുള്ള ആ ഒരു ഹാപ്പി, ആ ഒരു പ്രസൻസ്, അത് നിങ്ങൾ ഫീൽ ചെയ്യുക, ഫീൽ ചെയ്തെടുക്കുക. 5 സെക്കൻഡ് മൗനമായിട്ട് ഇന്ന് ഫീൽ ചെയ്യുക. ആ കാര്യം നടന്ന് കിട്ടിയായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക, റിയലായിട്ട് കാണുക, റിയലായിട്ട് ഇമാജിനേഷൻ ചെയ്യുക. 5 സെക്കൻഡ് മൗനമായിട്ട് ഫീൽ ചെയ്യുക, റിയലായിട്ട് കാണുക. ഇനി എല്ലാവരും കണ്ണുകൾ തുറക്കുക. ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ ഒരു ചക്രം കാണിച്ചു തരും. ആ ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കി ഇപ്പോൾ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്ത് ഫീൽ ചെയ്ത പോലെ അതേപോലെ തന്നെ ആ കാര്യം നടന്നതായിട്ട് സാധിച്ച് കിട്ടിയായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് ആ ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിയിരിക്കുക. എത്ര സമയമാണ് നിങ്ങൾ അങ്ങനെ നോക്കിയിരിക്കേണ്ടത് എന്നുള്ളത് ഞാൻ കറക്റ്റ് ടൈം സെറ്റ് ചെയ്ത് തന്നെ ചക്രം വെച്ചിട്ടുണ്ട്. അത്ര സമയം വരെ നോക്കിയിരിക്കുക.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക. പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകുക. പ്രത്യേകം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ മിക്ക ആൾക്കാർക്കും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ടാവും. ചില വ്യക്തികൾക്ക് ഈ വീഡിയോ കണ്ട് 20 മിനിറ്റിന് ശേഷം, ചില വ്യക്തികൾക്ക് 1 മണിക്കൂറിന് ശേഷം, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും റിസൾട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ റിസൾട്ട് കിട്ടിയാലും, ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് വന്നാലും 21 ദിവസം മുടങ്ങാൻ ചെയ്യുക. മനസ്സിലായാലോ? 21 ദിവസങ്ങളായ കൗണ്ടിങ് നിങ്ങൾ പൂർത്തിയാക്കുക. ഓക്കെ, മുടങ്ങാതെ 21 ദിവസങ്ങൾ ചെയ്യുക. അപ്പോൾ മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴൊക്കെ ഇത്രയുള്ള എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ഇതാണ് ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.